സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് മൈൻക്രാഫ്റ്റിൻ്റെ പാർട്ട് 5 എപ്പിസോഡായിട്ടാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ 2 അയണൊക്കെ കിട്ടിയായിരുന്നു. അത് സ്മെൽറ്റ് ചെയ്ത് തൽക്കാലത്തേക്ക് ഒരു സോഡ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ വെച്ചേക്കാം. പിന്നെ ഗൈസ്, എൻ്റെ ലോങ് വീഡിയോയ്ക്ക് ഒട്ടും വ്യൂവേഴ്സ് ഇല്ല. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഗൈസ്, നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനിങ് ആണ്. അപ്പോൾ അതിനുള്ള സെറ്റപ്പ് എല്ലാം റെഡിയാക്കി വെക്കാം. നമ്മുടെ 25 ടോർച്ച് ഉണ്ട്, അത് മതി. ഇനി സോഡും കുറച്ച് ടൂൾസും പിക്കാക്സും കുറച്ച് ഫുഡും കൂടെ മാത്രം മതി. എന്നിട്ട് നമുക്ക് പോവാം. ഇപ്പോൾ രാത്രി സ്ഥിതിക്ക് കിടന്നിട്ട് രാവിലെ പോകാം. തോണ്ട കേസുണ്ട്. ഗോൾഡൻ ഹെൽമെറ്റ് ഇട്ട സോംബിയൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. അയ്യോ, അവന്മാരെ വെറുതെ തല്ലിക്കൊല്ലാം. ക്രീപ്പർ 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 കയറി വരല്ലേ. പൊട്ടല്ലേ 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 പൊട്ടി പൊട്ടിക്കഴിഞ്ഞു. ഓക്കെ ഗൈസ്, ഞാൻ സെക്കൻഡ് ഉൾക്കള്ളി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എന്തായാലും വീട് പൊളിഞ്ഞ സ്ഥിതിക്ക് 2 സാൻഡ് എടുത്ത് കരിച്ചും ഗ്ലാസ് ആക്കി ഇവിടേക്കൊക്കെ വെക്കാം. അപ്പോൾ വെളിയിൽ ഇതുപോലെ ക്രീപ്പറൊന്നും വന്നിരിക്കുവാന്നെ അറിയാമല്ലോ. ഗൈസ്, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കൂടെ ഇവിടെ ചെറിയൊരു ഗുഹ പോലൊരു സംഭവം പണിഞ്ഞായിരുന്നു. ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. ഓക്കെ ഗൈസ്, കണ്ടുപിടിച്ച്. അപ്പോൾ ഇതിനകത്ത് വിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, നല്ലൊരു ടണൽ പോലെ തന്നെയൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പല ഇതാണ് ഗൈസ്, ഓരോ വളവിനും ഓരോ അർത്ഥമുണ്ട്. വെള്ളം വരുമ്പോഴായിരിക്കും ഞാൻ മറ്റേ സൈഡിലോട്ട് വളച്ചു വിടുന്നത്. അങ്ങനെയാണ് സെറ്റപ്പ്. ഇവിടെ കിടക്കുന്ന കോളൊക്കെ കൊത്തിയിടുക. ടോർച്ചിൻ്റെ ആവശ്യം ഇനിയും വരും. അപ്പോൾ ഈ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ നമുക്കൊരു കാര്യം ചെയ്യുന്നു, കിളച്ച് താഴോട്ട് സ്റ്റെപ്പ് പണിഞ്ഞങ്ങ് പോകാം. ഇതെല്ലാം കിട്ടുവാണെങ്കിൽ ഭാഗ്യം. പിന്നെ ഈ ഒരു ബ്രോ ആണെങ്കിൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ബ്രോയുടെ കമൻറ്റ് ഒന്ന് വീഡിയോയിൽ കാണിക്കും. സത്യമായിട്ടും ഗൈസ്, ഈ ബ്രോ എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഞാൻ കാണിക്കാൻ. പൈസ നമുക്ക് അയൺ 2 കിട്ടിയിട്ടുണ്ട്. ഇത് കൊത്തി അങ്ങ് എടുക്കാം. പൈസ നമുക്ക് ഇവിടൊക്കെ ഒന്നുകൂടെ കളച്ച് നോക്കാം. ചിലപ്പം അയണിൻ്റെ ചുറ്റും വേറെ അയണാണോ ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ തപ്പിയെടുക്കുവാണെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ കംപ്ലീറ്റ് അയൺ ആർമറൊക്കെ ഒപ്പിച്ചിട്ട് മറ്റേ നമ്മളുടെ വീണു പോയ അതിനകത്തോട്ട് ചെന്ന് കയറാം. വീണു പോയൊരു വലിയ കേവില്ലായിരുന്നു ഐസ്. അടുത്ത അയണും കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെയും കൂടെ കുറച്ചുകൂടെ ഒന്ന് കളച്ച് നോക്കാം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലാണ് നമ്മളൊരു വലിയ കേവി വീണു പോയി. അവിടെ മൊത്തം സോംബിയായിരുന്നു. നമ്മൾ കംപ്ലീറ്റ് അയൺ ആർമറൊക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് പോയി അടുത്ത ഡയമണ്ടിന് എടുക്കാൻ പോകണം. അപ്പോൾ ഇവിടെ ഒന്നും കാണുന്ന സ്ഥിതിയിൽ തോന്നുന്നില്ല.
You didn't have to cut me off. We were nothing. Your love, you treat me like so love, so love. ഗൈസ് കേവ് കിട്ടി ഗൈസ്. അപ്പം ഇങ്ങോട്ട് ഇറങ്ങുന്ന ഇത്ര സേഫ് അല്ല. അവിടെ സോംബിയും കാര്യങ്ങളൊക്കെ നിൽപ്പുണ്ട്. നമുക്ക് അയണാവന്മാർക്ക് സെറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റും. ഇവിടെ നിന്ന് അടുത്ത് നോക്കിയിട്ടൊന്നും അയണും ഒരു ഓർസൊന്നും കാണുന്നില്ല. എന്തായാലും വലിയ കേവാ. താഴെ ഇറങ്ങിയിട്ടേ അറിയാൻ നോക്കൂ. അപ്പം നമുക്ക് തിരിച്ചു കയറിപ്പോൾ. വന്ന വഴിക്ക് നമുക്ക് ഇവിടെ കൂടെ ഒന്ന് കളച്ച് നോക്കാം. നേരെ കിട്ടുവാണെങ്കിൽ. ഉണ്ടോ നമുക്ക് തോനായി കിട്ടുന്നത്. നമ്മൾ അയണങ്ങ് വാരുവാണ്. തണലുണ്ടാക്കി അയണങ്ങ് വാരുവ. ഓ പിക്കാക്സ് ഒടിഞ്ഞു പോയി. നമുക്ക് തിരിച്ചു കയറി പോകണം. ഓ ഗൈസ് സ്കെലട്ടൺ അവൻ അവിടെ തന്നെ നിൽപ്പുണ്ട്. ചാടി അടിച്ചാൽ ചിലപ്പോൾ ഒറ്റ വെട്ടിന് അവൻ തീരും. അടിച്ചടിച്ചടിച്ചടിച്ച് കൊല്ല്. ഓ സ്കെലട്ടനൊക്കെ എന്തൊരു പവറല്ലേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത മോബായി സ്കെലട്ടൺ. ദൂരെ നിന്ന് അമ്പ് ചെയ്ത് വീഴ്ത്തികളായി. റീപ്പറൊക്കെ ആണെങ്കിൽ നമുക്ക് എക്സ്കേപ്പിങ്ങനെ ചെയ്യാം. സോംബി പിന്നെ പറയണ്ടല്ലോ, കൈ കിട്ടുമെന്നേ അടിച്ചാൽ കൊല്ലും. ഇത് പിന്നെ അങ്ങനെയും അല്ല.
Yeah, boy. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ അങ്ങോട്ട് പോയി നോക്കാം. ചിലപ്പോൾ മറ്റേ കേവിൻ്റെ അടിത്തട്ടം കാണാൻ ചെന്നിട്ട് എത്തുവാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങായിരുന്നു. അപ്പോൾ ഇവിടെ ഒന്നും വേറെ ഓറൊന്നും കാണത്തില്ലെന്നാണ് തോന്നുന്നത്. ഓക്കെ ഗൈസ്, ഇപ്പോൾ ആ പിക്കാക്സ് ഒടിഞ്ഞു പോയിട്ടുണ്ട്. ഇനി നമുക്ക് വീട്ടിൽ പോകാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അയൺ ടൂൾസ് ഉണ്ടാക്കാം. അയൺ സോഡ് ഒരെണ്ണം നമ്മുടെ ഇരിപ്പുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കാരണം വെച്ചാൽ ഞാൻ പറയുന്നുണ്ട് സ്റ്റോറേജ് ഇഷ്യൂ, അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കാണാത്ത എപ്പിസോഡൊക്കെ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. ഷോർട്സിനൊക്കെ വ്യൂവേഴ്സ് മാത്രമേ ഉള്ളൂ ഗൈസ്. ശരി, ഓക്കെ, ബൈ.